അസ്സലാമു അലൈക്കും സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഞണ്ട് റോസ്റ്റ് ആണ്. ഞണ്ട് റോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്ന, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്കപ്പോൾ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു കടായി വെച്ചിട്ടുണ്ട്. കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായ കടായിലേക്ക് നമ്മളൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 1.5 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഇനി ഒരു 15 വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ ഒന്ന് വെന്ത് വരുമ്പോൾ ജസ്റ്റ് ഒരു 2 സെക്കൻഡ് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഇനി ഒരു 5 പച്ചമുളക് നീളത്തിൽ പൊളിച്ചിട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നല്ലപോലെ ഇതുപോലെ ഒന്ന് വാടിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 4 സവോള വലിയ ഉള്ളി സ്ലൈസ് ചെയ്തത് ഇടാം. അപ്പൊ നമുക്ക് ഈ സവോള നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. ഒന്ന് നല്ലതുപോലെ വാടി കിട്ടിയാൽ മതി. ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ തന്നെ നല്ലതുപോലെ വാടി കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിനായിട്ട് ഞാനൊരു സ്പൂണ് ഉപ്പ് കൂടി ഇതിനകത്ത് ചേർക്കുന്നുണ്ട്, പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്. അപ്പൊ നമ്മുടെ സവോളൊക്കെ നല്ലതുപോലെ ബ്രൗൺ ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട്, ചെറിയ ബ്രൗൺ ഷെയ്ഡിലേക്ക് എത്തിയിട്ടുണ്ട്, നല്ലപോലെ വാടി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാൻ. മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അപ്പൊ മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്, നല്ലപോലെ പച്ചമണക്ക് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടൊമാറ്റോ ചോപ്പ് ചെയ്ത് ഇടുന്നുണ്ട്. 2 മീഡിയം ടൈപ്പ് ടൊമാറ്റോ ചോപ്പ് ചെയ്തിട്ട് അത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മസാല നല്ലതുപോലെ വാടിയതിന് ശേഷമാണ് നമുക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക, നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പൊ ടൊമാറ്റോ നല്ലതുപോലെ വെന്ത് ഉടഞ്ഞ് കിട്ടണം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് മൂടിയിട്ട് വേവിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ലത് ഉടച്ച് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാലും മതി. ഉടച്ച് ചേർത്ത് നല്ലതുപോലെ കുഴമ്പ് രൂപത്തിലാക്കി എടുക്കണം. മൂടിയിട്ട് വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉടച്ചു കൊടുക്കാം. അപ്പോ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ച ഞണ്ട് ചേർക്കാം. ഞണ്ട് ഞാൻ 1 കിലോ ഞണ്ടാണ് കഴുകി എടുത്തിട്ടുള്ളത്. ക്ലീൻ ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ഒരു 900-800 ഗ്രാം ഉണ്ടായിരിക്കും. അപ്പൊ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞണ്ട് ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. മസാലയൊക്കെ ശരിക്ക് ഞണ്ടിലേക്ക് പിടിക്കണം. അപ്പൊ നല്ലതുപോലെ ഇളക്കി ചേർത്ത് കൊടുക്കുക. ഞണ്ട് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നന്നായിട്ട് മസാല പിടിക്കണം കേട്ടോ. അതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2 കറിവേപ്പില കൂടി മുകളിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ ഞണ്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ചെറുനാരങ്ങ പിഴിഞ്ഞ് വയ്ക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ആ ഉപ്പും ആ ചെറുനാരങ്ങയുടെ നീരും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് വേണം നമുക്ക് മൂടിയിട്ട് വേവിക്കാനായിട്ട്. ഇനി നമുക്കൊന്ന് ഒരു 2-3 മിനിറ്റ്, 3-4 മിനിറ്റ് ഒന്ന് മൂടിയിട്ട് വേവിക്കാം. അപ്പൊ നമുക്ക് ഉപ്പും അതുപോലെ തന്നെ ചെറുനാരങ്ങയുടെ നീരും എല്ലാം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കൊരു 4 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഞാൻ അടച്ചു വെക്കുന്നുണ്ട്. അപ്പോ 4 മിനിറ്റ് ആയിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പോ ഞണ്ട് ആയിട്ടുണ്ട് ഓൾമോസ്റ്റ്. എന്നാലും 2 മിനിറ്റ് കൂടി നമുക്കൊന്ന് അടച്ചിട്ട് വേവിക്കാം. 2 മിനിറ്റ് കൂടി വേവണം. നമുക്ക് ഇതുപോലെ ഒന്ന് ഇടയ്ക്ക് തുറന്നു നോക്കണം. നിങ്ങൾ ഇതുപോലെ 4 മിനിറ്റ് കഴിയുമ്പോൾ വേവാനൊന്നുകൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ 2 മിനിറ്റ് കൂടി അടച്ചിട്ട് വേവിക്കാം. അപ്പൊ 2 മിനിറ്റ് കൂടി വെന്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. തുറന്നതിന് ശേഷം ഇതുപോലെ നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം.
അപ്പൊ ഞാൻ 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞണ്ട് നല്ലതുപോലെ ആ വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞണ്ട് ശരിക്കും മസാലയൊക്കെ പിടിക്കണം, വെള്ളം ഇങ്ങനെ വറ്റിച്ചെടുക്കുക. അപ്പോൾ തീ വേണമെങ്കിൽ കുറച്ച് കൂട്ടി വെക്കുക. അപ്പോൾ നേരത്തെ നമ്മളൊരു 5-6 മിനിറ്റ് വേവിച്ചിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഈ വെള്ളത്തിൽ കൂടി കിടന്നിട്ട് വേവുമ്പോൾ നല്ലപോലെ വെന്ത് കിട്ടും. മസാല ശരിക്കും പിടിച്ച് കിട്ടണം. നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. തീ നമ്മൾ കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഇതുപോലെ മസാല എല്ലാം പിടിപ്പിച്ച് വറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ്, ഈ ഒരു റോസ്റ്റിലാണ് നമുക്ക് കഴിക്കാൻ ടേസ്റ്റ്. അതല്ലെങ്കിൽ ആകെ ഡ്രൈ ആയി പോകും. അപ്പോൾ ഇത് നല്ല പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മാറ്റി ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഉപ്പ് എല്ലാം കറക്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞണ്ട് റോസ്റ്റ് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ കഴിച്ച് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റ് ആണ്. ഇതേപോലെ നിങ്ങൾ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രേവി അതിനകത്ത് വേണം. ഫുള്ളായിട്ട് ഡ്രൈ ആക്കി കഴിഞ്ഞാൽ ആ ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് എന്തെങ്കിലും ഒരു ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ പൊറോട്ടൻ്റെ കൂടെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഗ്രേവിയിലാണ് നമുക്ക് നല്ലത്. ഇതുപോലെ റോസ്റ്റ് ആയിട്ട് കിട്ടണം. വളരെ കൂടുതൽ ഗ്രേവി ആയാലും പ്രശ്നമാണ്, പിന്നെ അതുപോലെ തന്നെ വളരെ ഡ്രൈ ആയാലും പ്രശ്നമാണ്. ഈ ഒരു പരുവത്തിൽ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. താങ്ക് യു.